സർപ്രൈസ്. എടി എടി നീ എപ്പോഴാ വന്നേ? ഏ നീ എന്നെ വീടറിഞ്ഞേ? എന്റെ മോളെ 4-5 വർഷമായില്ലടി കണ്ടിട്ട്. ഇപ്പഴാണോ അടി പറഞ്ഞേ? വാ കേറിയോ. ഞാൻ ആ കലമ്പ് കോലത്തില. ഓയ്യോ എനിക്ക് നിന്നെ കണ്ടിട്ട് എന്നിട്ട് പറയണെന്ന് അറിയില്ല. കള്ളപ്പന്നി എപ്പൊ തുടങ്ങി നിന്നെ വിളിക്കുന്ന? കല്യാണത്തിന് വന്നില്ല, കൊച്ചുണ്ടായി പോരാൻ പറഞ്ഞു, അപ്പൊ വന്നില്ല. കൊച്ചിന്റെ മാമോദിസയിലും എനിക്ക് വന്നുകൂടായിരുന്നു. ഇപ്പഴാണോ അടി വരുന്നേ? അലവലാതി. നിന്റെ കെട്ടിയോൻ എന്തേ? അബി ജോലിക്ക് പോയി. ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ. അവളെ ഉറങ്ങാ. ഇവിടെ എന്തിട്ട് വേണ്ട നിനക്ക് കുടിക്കാന്? വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ വേണ്ട. അല്ല ഞാൻ ആദ്യമായിട്ട് വന്നില്ല, ഞാൻ വെള്ളം എന്തെങ്കിലും എടുക്കാം. ഈ നിക്കച്ചലേക്ക് വരണ്ടടി, ഭയങ്കര അലമ്പായി കിടക്ക. ഞാൻ പാത്രം ഒന്നും കഴുകിയിട്ടില്ല. കൊച്ചിനെ ഉറക്കാനുള്ളതിനകത്ത് തത്രപ്പാടിയിലെ പരിപാടികളൊന്നും എന്റെ നടന്നിട്ടില്ല. അവളെ ജസ്റ്റ് ഉറക്കിയപ്പോ ഞാൻ ഒന്ന് ഫ്രീ ആയി ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോഴാ നീ വന്നേ. നിനക്ക് എന്നിട്ട് വേണ്ട ജ്യൂസ്? നിനക്ക് ഞാനെന്നാ എന്താ ഓറഞ്ച് ഇരിക്കട്ടെ, ഓറഞ്ച് ജ്യൂസ് എടുത്ത് തരട്ടെ? നീ ഒരു കുടുംബിനിയായി, എന്നിട്ട് കോലാടി ഇത്. വയറ് മാറ്റായല്ലോ എനിക്ക്. എടി എടി ഇത് ഭയങ്കര എളുപ്പമാണ്. നീ വിചാരിക്കണ വരുന്നല്ല. നൈറ്റ് അത്ര വൃത്തികെട്ട നൈറ്റ് അത്ര വൃത്തികെട്ട വേഷമൊന്നുമില്ല. ഇതൊന്ന് മടക്കി കുത്തിക്കഴിയാണല്ലോ ഞാൻ ഇവിടുത്തെ പണിയൊക്കെ മണി 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 പോലെ എടുക്കും. എനിക്ക് ഇതിന്റെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഇത്ര കാലം ഐഡി കണ്ടിട്ട് നിനക്ക് ഒരു മാറ്റമില്ല കേട്ടോ. നീ അങ്ങനെ തന്നെ ഇരിക്കണോ? അതിന് സുഖല്ലേ? ഫുള്ള് കറക്കം, ട്രിപ്പ്. ഓ അന്റെ ഒക്കെ ഒരു വൈബാണ് മോളെ, വൈബ്. ഈ ഒരു ഇറയിലേക്ക് വന്നാണ്ടല്ലോ ശരിക്കും ഞാൻ ഇടക്കാലേക്കും കല്യാണമേ കഴിക്കണ്ടായിരുന്നെന്ന്. എന്ത് കാര്യത്തിനടി പ്രാന്ത് പിടിക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, മൊത്തം സ്റ്റക്കായി പോവും. കുഞ്ഞുണ്ടാക്കിയാനെ പിന്നെ പറയേ വേണ്ടല്ലോ. ഒരു കണക്കിന് നീ ഇങ്ങനെ നിന്റെ ഇഷ്ടത്തിനെ കടിച്ചു വിളിച്ച് നടക്കാനൊക്കെ നല്ല വൈബുള്ള പരിപാടിയല്ലേ? ഒറ്റയ്ക്കാണെങ്കിൽ അതിലേറെ മടുപ്പാടി. എടി ഇപ്പൊ നീ ജോലി വിട്ടോ? ജോലിയോ? ജോലിയൊക്കെ 8ാം മാസം അയക്കാനിപ്പോ നിർത്തിയതാ. എടി കൊച്ചിനെ നോക്കണ്ടടി. എന്റെ വീട്ടിലും മമ്മിയും അവരെല്ലാവരും വർക്കിങ്ങാ. അവരുടെ ജോലി കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ നിൽക്കാൻ പറയുന്നേ? പിന്നെ അബിയുടെ വീടാണെന്നുണ്ടെങ്കിൽ അത്രയും ദൂരമല്ലേ, നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം എവിടെയല്ലേ. അപ്പൊ പിന്നെ ഞാൻ കൊച്ചിനെ നോക്കാന്നൊരു ഓപ്ഷനേ ഉള്ളൂ. എടാ സുഖാണോ നിനക്ക്? എനിക്ക് സുഖം, എനിക്ക് കുഴപ്പമൊന്നുമില്ലടി. ഞാൻ ഇതൊക്കെ ആയിട്ട് ഇപ്പൊ സെറ്റായി. നമ്മുടെ കൂടെ പഠിച്ച 90s കിഡ്സ് ഒക്കെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ തന്നെയാണല്ലേ? ഈ പറഞ്ഞ ശരിയാ. ഈ 90s കിഡ്സ് ഒക്കെ ഇപ്പോ കുറച്ചൊക്കെ ഇതുപോലെയൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് വലിയ പ്രശ്നമാക്കുന്നൊന്നുമില്ല. പക്ഷെ ഈ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളോടും കൂടി മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ ഇച്ചിരി പെട്ടുപോയി.